ഹായ് ഗൈസ്, നമസ്കാരം. അങ്ങനെ നമ്മളെ പ്രൊട്ടസ്റ്റൊക്കെ കഴിഞ്ഞു. നമ്മളെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഓണസ്റ്റ്ലി ഞാനത് തീരെ എക്സ്പെക്ട് ചെയ്തില്ല. ഒരിക്കലും അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഇതിനു മുമ്പും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരും രാജിവെക്കാനൊന്നും റെഡി ആയിട്ടില്ല. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ലാന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ബട്ട് അത് BJP അല്ലെങ്കിൽ മോദിജി അങ്ങനെ അവരുടെ സർക്കാർ അങ്ങനെ ചെയ്തതിന് അതിൻ്റെ ഒരു കാരണങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അത് ഓഫ് കോഴ്സ് അവർക്ക് ബെനിഫിറ്റിനായിട്ട് വരുള്ളൂ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പറയാം സമരത്തിൽ അവർ ജയിച്ചു, അങ്ങനെ മറ്റേ പാർട്ടി നിന്ന് ജയിച്ചു എന്നോ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചുമ്മാ പറയാമെന്നുള്ളൂ. BJP മുട്ടുമുടക്കി അങ്ങനെയൊക്കെ പറയാം. പക്ഷേ സത്യസന്ധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ പോസിറ്റീവായിട്ട് അഫ്കോഴ്സ് ഇത് പോസിറ്റീവ് വരുന്നത് മോദിജിക്കും അവരുടെ BJP പാർട്ടിക്ക് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന്, ഇപ്പം എപ്പോഴും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന് അദ്ദേഹത്തിനെ പറ്റി എല്ലാവരും പറയുന്നത് ഭയങ്കര ഡിക്റ്റേർഷിപ്പ്, അതായത് നമ്മൾ ഭയങ്കര ഏകാധിപത്യ ഭരണം അങ്ങനെയൊക്കെയാണ് പറയാറ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ ഒരു പാർട്ടിക്ക് ഇങ്ങനെ ഇപ്പം നടന്നത് എന്താണ്, ഒരു പെട്ടെന്നൊരു ഒരു എന്താ പറയാ, ഒരു വലിയൊരു പാർട്ടി പോലെ ഒരു ഇത് വന്നു. അതും ജെൻസി പറഞ്ഞ പോലെ നമ്മുടെ ചെറിയ യങ് ജനറേഷൻ വന്നു. അവര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അത് ഗവൺമെന്റ് അനുസരിക്കേണ്ടി വരുന്നു. ഒരിക്കലും ഇത്ര കാലം അദ്ദേഹത്തിന് ആരോപിച്ച ഈ ഒരു ഏകാധിപതി ഭരണത്തിൽ ഉണ്ടായ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇത് നടക്കില്ല. സോ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നടന്ന സംഭവങ്ങളൊക്കെ അവരെ പോസിറ്റീവായിട്ട് ബാധിക്കുള്ളൂ എന്ന് പറഞ്ഞ ഒരു റീസൺ ആണത്. സോ ഇപ്പൊ ഇനിയിപ്പോൾ ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹത്തിന് അറിയാം, ഭയങ്കര വിദ്യാഭ്യാസവും ഭയങ്കര ബുദ്ധിയും ഭയങ്കരമായിട്ടുള്ള അദ്ദേഹം നമ്മുടെ ദേശീയ ഉപദേഷ്ടാവും അവരൊക്കെ നല്ല ചിന്തിച്ചും കാര്യങ്ങളെ തീരുമാനിക്കുന്നത് വളരെ ആലോചിച്ചിട്ടാണ്. സോ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ അത് ഈ ഒരു സംഭവം, കാരണം ഒരു മിനിസ്റ്ററെ മാറ്റി നമ്മുടെ യങ് ജനറേഷന്റെ ആവശ്യം ഉൾക്കൊണ്ടിട്ട് നമ്മൾ ഇപ്പം മിനിസ്റ്ററെ മാറ്റി സമ്മതിച്ചു. അത് സത്യത്തിൽ അത് പോകുന്നത് ആ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട് ഇത്ര കാലം ഉള്ളത് ഏറ്റവും നല്ല ആളാണ്. ഓക്കെ, അദ്ദേഹത്തിന് മാത്രം പോയി സത്യം. കാരണം BJP ഇനിയിപ്പം നമ്മൾ വെക്കാൻ പോകുന്നത് വേറൊരു നമ്മളെ ഓൾറെഡി അറിഞ്ഞല്ലോ ആരാന്ന് വരുന്നത്. സോ അവർക്ക് ഈ മിനിസ്റ്റർ പോയാൽ BJP തന്നെ നല്ല വേറൊരു മിനിസ്റ്റർ വരും, അല്ലാതെ കോൺഗ്രസ് നിന്നും ആം ആദ്മി പാർട്ടിയിൽ നിന്നും വേറെ മിനിസ്റ്റർ വരാൻ പോകുന്നില്ല. സോ അതത്രേ ഉള്ളൂ. അപ്പൊ പക്ഷേ ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഓൾറെഡി ഉണ്ട്. ഓക്കെ, സോ അതൊക്കെ അങ്ങനെ ആണ് കഴിഞ്ഞത്. ഇനിയിപ്പം എന്താ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് റൂൾസ് ഒക്കെ ഓൾറെഡി എന്താ പറയുക സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവില്ല. ഓക്കെ എല്ലാം സമ്മതിച്ചു. എന്നാൽ ഇതിന്റെ കൂടെ നടന്ന ഒരുപാട് വേറെ കാര്യങ്ങൾ നമ്മളെ പ്രൊട്ടസ്റ്റ് കാണുമ്പോൾ ആ പ്രൊട്ടസ്റ്റിൽ ആദ്യം പറയാം. പ്രൊട്ടസ്റ്റിൽ തന്നെ ഒരുപാട് ചെറിയ കുട്ടികൾ, ഇത് ഞാൻ ആലോചിക്കും, ജെൻസി എന്ന് പറഞ്ഞാൽ വിവരം ബോധവും ഇല്ലാത്ത ആൾക്കാർ നമ്മൾ പറയല്ലോ, അതാണോ അതിന്റെ അർത്ഥം എന്ന് എനിക്ക് തോന്നി പോകുമ്പോൾ ഈ ജെൻസി പിള്ളേർ എന്ന് പറഞ്ഞാൽ ഒരു വിവരവും ഇല്ല, ഒരു ബോധവും ഇല്ലാത്ത എല്ലാവർക്കും അറിയുന്ന ഒറ്റ കാര്യം എന്താ, ഫ്രീഡം ഓഫ് സ്പീച്ച്, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ ഇവറ്റകൾക്കൊക്കെ അറിയുള്ളൂ എന്ന് ഞാൻ ആലോചിക്കുക. അല്ലാതെ അതിനുശേഷമുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അതിന്റെ റൂളുകൾ എന്താണ്, നിയമങ്ങൾ എന്താണ്, പോലീസുകാരെന്താണ്, ഇങ്ങനെ ഒരു കാര്യം അറിയില്ല. ആകെ അറിയുന്നത് എന്താണ്, ഫ്രീഡം ഓഫ് സ്പീച്ച്. എന്താ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് ഓക്കെ, സമ്മതിച്ചു, എല്ലാവർക്കും ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, നമ്മൾ ജനാധിപത്യ രാജ്യമാണ്, നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതിന്റെ കോൺസിക്വൻസസ്, അത് ലംഘിച്ചാലുള്ള കോൺസിക്വൻസസ്, നമുക്ക് ആരോട് എങ്ങനെ സംസാരിക്കണം, ഒരു മീഡിയക്ക് മുമ്പിൽ ഒന്ന് എങ്ങനെ സംസാരിക്കണം, ഒരു സാധാരണ ആരെപ്പറ്റി പോലെ ഒരു പ്രധാനമന്ത്രിനെ കുറിച്ചിട്ടാണ്. അതും വെറും പ്രധാനമന്ത്രി അല്ല, ലോകത്തെ തന്നെ ഏറ്റവും പവർഫുൾ ആയ, എന്റെ അഭിപ്രായത്തിൽ ഇപ്പം ഏറ്റവും പവർഫുൾ ആയ മന്ത്രി തന്നെയാണ്, അങ്ങനെ തന്നെ പറയാം. അല്ലെങ്കിൽ എല്ലാ ലോകരാജ്യങ്ങളും അത്ര റെസ്പെക്ട് ചെയ്യുന്ന എല്ലാവരും ഇതേവരെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ലീഡർ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാളെ ഒരു എന്താ പറയാ, പീറ പിള്ളേർ എന്ന് പറയില്ല, നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ഓൺലൈൻ മീഡിയയിൽ വന്നിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് പറയുന്നത് കേട്ടാൽ നമുക്ക് സത്യം പറഞ്ഞാല് സങ്കടം സാധമൊക്കെ വരും. കാരണം ഒക്കെ പോട്ടെ, അദ്ദേഹത്തിന്റെ സ്ഥാനത്തൊക്കെ ചെയ്തു ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ളതിൽ എടുത്താൽ പോലും എത്ര ഏജുള്ള ഒരാളെ അങ്ങേരും അമ്മേനെ നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് എവിടെ നിന്നാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി നമുക്കിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. പക്ഷെ ഇത് എന്താ പറയുക, ഇതിനായിട്ടുള്ള നിയമ നടപടികൾ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാന്ന് പ്രതീക്ഷിക്കുന്നത്. ബാക്കിയൊക്കെ പോട്ടെ ഇപ്പോൾ, പക്ഷെ ഈ ഒരു കാര്യത്തിന് പെർട്ടിക്കുലർലി ഇങ്ങനെ ഇദ്ദേഹത്തിനെ മോശം പറഞ്ഞ എല്ലാവർക്കും അതിനുള്ള ശിക്ഷ കിട്ടണം എന്നുള്ള ഭയങ്കര ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ പറയില്ല, നമ്മുടെ കൊലോക്കൽ ലാംഗ്വേജിലൊക്കെ നരുന്ത് പിള്ളേർ എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഞാൻ ഈ പറഞ്ഞ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മന്ത്രിനെ കുറിച്ച് പറയുന്ന കാര്യം
ഇതൊരിക്കലും ഇതൊരു ചുമ്മാ ഒരു എന്താ പറയാ വെറുതെ അങ്ങനെ കളയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നമ്മുടെ നിയമവും എല്ലാം. ഓക്കെ. അതിന്റെ കൂടെയാണ് വേറെ ഒരുപാട് ഇപ്പം കേരളത്തിലൊക്കെ ഉള്ള നിങ്ങൾ കണ്ടില്ല, ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല, പക്ഷെ അവരൊക്കെ എന്താണ് പറയുന്നത്, എന്താണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് കേരളത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ വിജയ് അല്ലെങ്കിൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെ കേരളത്തിൽ നിന്ന് എന്താ പറയാ, കേരളം മറ്റേ ഇന്ത്യയിലല്ല വേറെ ഏതോ ഇതാന്നുള്ള ആ ഒരു ലെവലിലാണോ ഒരു സംസാരം കേട്ടാല് എന്താണ് നമുക്ക് തോന്നുന്ന കാര്യം എന്ന് നമുക്ക് ഒരു ക്യാമറ മുമ്പ് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് ഈ അപ്പൊ ജാൻമണില്ലേ, പേര് പോലും പറയാൻ തോന്നില്ല അതിൻ്റെ ഒന്നും. അതൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഒരു രാജ്യത്തിന്റെ അവര് ജീവിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിനെ ഇത്ര മോശമായിട്ട് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നത്? എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് അവരെ സ്നേഹിക്കുന്നു കണ്ടിട്ടാ? എന്ത് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഫ്രസ്ട്രേറ്റ് ആവുന്ന ഒരു കാര്യമാണ്. നമ്മള് മോദിജീനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാല് അപ്പൊ നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ പോലും ചിന്തിക്കുന്നത് നമ്മൾ ഭയങ്കര റിലീജിയസ് ആണ്, നമ്മൾ ഭയങ്കര എന്താ വർഗീയത ഉള്ള ആൾക്കാരാണെന്ന് ചിന്തിക്കുന്നത് എന്തിനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, അദ്ദേഹത്തിന് ഹേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ പറയും ആന്റി നാഷണൽ ആണെന്ന് പറയും, തീവ്രവാദികളാണെന്ന് ഞാൻ പറയും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ ഹേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ മോശം പറയുന്ന എന്റെ കൂടെയുള്ള സുഹൃത്തുക്കളാവട്ടെ ആരും ആവട്ടെ അവരൊക്കെ ആന്റി നാഷണൽ ആണെന്ന് നമുക്ക് പറഞ്ഞൂടെ? ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിനെ അതും ഐ നെവർ ബീൻ സച്ച് പ്രൗഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര പ്രൗഡായിട്ട് ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ ഞാൻ ഇത്ര പ്രൗഡായിട്ടില്ല എൻ്റെ ലൈഫിൽ. നമ്മൾ വേറെ രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തത് എന്താന്ന് എനിക്ക് ഇപ്പോഴും അദ്ദേഹം ചെയ്ത പ്രശ്നം എന്താന്ന് ഈ പറയുന്നവരില്ലേ, ഈ പറയുന്ന നമ്മളെ കേരളത്തിൽ ഒന്നാമത് കേരളത്തിലെ മീഡിയാസ് എന്നുള്ള ന്യൂസുകൾ മാത്രം കേട്ടിട്ട് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ഫീഡ് മാത്രം വായിച്ചിട്ടാണ് അദ്ദേഹത്തിനെ വിലയിരുത്തി എത്രയോ വർഷങ്ങളായിട്ട്. സോ അദ്ദേഹത്തിന് ഒരു ഇമേജ് ഉണ്ട്. എന്നാൽ അതൊന്നുമല്ല, ഇവരൊന്നും ആഴത്തിൽ അതിനെപ്പറ്റി അറിയാനോ വിവരമുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അവരുടെ മൈൻഡ് സെറ്റ് ചെറുപ്പം മുതലേ കേട്ട് വന്നത് ഇദ്ദേഹം എങ്ങനെയാണെന്ന് കേട്ട് വന്നിട്ട് ഇതുണ്ട്, അത് ഫോളോ ചെയ്യുന്നു ഇപ്പോഴും, അത്രേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം ഇതുവരെ ഒരാളോടും ഒരു കൂടുതൽ സ്നേഹമോ വേറൊരു വിഭാഗത്തിനോട് ഒരു കൂടുതൽ ഒന്നും കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിന് എല്ലാവരോടും ഒരുപോലെയാണ്. ഇവർ ഈ ആദ്യം എന്തായിരുന്നു പ്രശ്നം വെച്ചാൽ നമ്മളെ മലയാളികൾക്ക് ഹിന്ദി മനസ്സിലാവില്ല, അതായിരുന്നു ആദ്യത്തെ പ്രശ്നം. അദ്ദേഹം ഹിന്ദിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ട് കേരളത്തിലെ മീഡിയാസ് ഒക്കെ കാണിക്കുമ്പോൾ അവരങ്ങനെ വിചാരിക്കുന്നു. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ ഇതൊന്നും എന്താണ് അദ്ദേഹം ഓരോ നിയമങ്ങളും ഓരോ ഇതും കൊണ്ടുവരുമ്പോൾ അതൊക്കെ എന്താണെന്ന് അതിന്റെ ശരിയായ കാര്യം മനസ്സിലാക്കാതെ കേരളത്തിൽ ആൾക്കാർ പറയുന്ന മീഡിയാസ് പറയുന്ന ആൾക്കാർ പറയുന്നതും കേട്ടിട്ട് അത് വിശ്വസിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ പറയുന്നു. അല്ലാതെ ഇവർക്കൊന്നും ഞാൻ ഒരു പോയിന്റ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒന്നോ രണ്ടോ തവണയൊക്കെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ നമുക്കറിയാലോ ഈ ഇതിന്റെ ടൈമില് എന്താ പറയാ നമ്മൾ ഇലക്ഷൻ ടൈമിലൊക്കെ വരുന്ന പ്രസംഗത്തിൽ യൂസ് ചെയ്ത ഒന്നോ രണ്ടോ വേർഡുകൾ മാത്രമാണ് അദ്ദേഹം എന്തെങ്കിലും അവർക്ക് തോന്നിട്ട്. അല്ലാതെ എത്ര എക്സാമ്പിൾസ് ഉണ്ട് അങ്ങനെ അദ്ദേഹം ഇവരൊന്നും പറയുന്ന പോലത്തെ ഒരാളല്ല, അങ്ങനത്തെ ഒരാളല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും പറയൊന്നും വേണ്ട. എന്താണെന്നറിയാം, എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നുന്ന കാര്യമാണത്. കാരണം ഇദ്ദേഹത്തിനെ എന്താ പറയാ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിനെ സ്നേഹിക്കുന്നു പറയുമ്പോൾ നമ്മളെ വേറെ ഇതിലേക്കാണ്. എനിക്കറിയില്ല, അതൊന്നും ഒരു പ്രശ്നവുമില്ല. എങ്ങനെയല്ല നമുക്ക് എന്താണ് നമ്മൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ മോദിജിനെ സപ്പോർട്ട് ചെയ്യുമ്പം അത് ഭയങ്കരമായിട്ട് ഇവർ സംഖ്യയാണ് വർഗീയ ഇവർ നമ്മൾ അങ്ങനത്തെ ആളാന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും മോദിജിനെ ഹേറ്റഡ് പ്രചരിപ്പിക്കുന്ന എല്ലാവരും ആന്റി നാഷണൽ തീവ്രവാദികളാണെന്ന് ഞാനും പറയും. അത്രേ ഉള്ളൂ. സോ ഇപ്പം ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതാ, നമ്മൾ ഒരുപാട് കാണുകയാണ് ചെറിയ കുട്ടികൾ മുതൽ ഈ പറഞ്ഞ ഇവരെല്ലാം ഇങ്ങനെ നമ്മളൊരു പ്രധാനമന്ത്രി പോട്ടെ, നമുക്കൊരു മനുഷ്യനെ ഒരു ആളെ പോലും നമുക്ക് അങ്ങനെയൊന്നും പറയാൻ തോന്നൂല, അങ്ങനെയൊന്നും പറയരുത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരാളെ ഇങ്ങനെയൊക്കെ പറയുന്നത്. സോ അവർക്കെതിരെയുള്ള നിയമ നടപടികൾ ഉടനെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.